സംസ്ഥാനത്തെ അംഗനവാടികളിൽ ഇന്നാണ് പ്രവേശന ഉത്സവം. കഴിഞ്ഞ 31-ാം തീയതി പ്രവേശന ഉത്സവം നിശ്ചയിച്ചിരുന്നുവെങ്കിലും കനത്ത മഴയെ തുടർന്ന് അത് മാറ്റിവെക്കുകയായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മുടെ കുറുമ്പന്മാരും കുറുമ്പത്തികളെല്ലാം അംഗനവാടിയിലേക്ക് എത്തുകയാണ്. ഈ സാഹചര്യത്തിൽ നമ്മൾ ഇന്നുള്ളത് അടിമാലി കല്ലാറൂട്ടിയിലെ അനൂപേട്ടൻ്റെ ആശുചേച്ചിയുടെ വീട്ടിലാണ്. ഇവിടെ നിന്ന് ഇന്ന് 3 കുഞ്ഞുങ്ങളാണ് അംഗനവാടിയിലേക്ക് എത്തുന്നത്. നമുക്ക് ദൃശ്യങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ 3 പേരും റെഡി ആയിട്ടുണ്ട്. കണ്ണൊക്കെ എഴുതി പൊട്ടൊക്കെ തൊട്ട് അംഗനവാടിയിലേക്ക് പോകാനുള്ള റെഡി ആയിട്ട് നിൽക്കുകയാണ്. അംഗനവാടി പോകണ്ടേ? പോകണ്ടേ? ബാവ എങ്ങനെ പോണേ അംഗനവാടിയില്? കാറിലാണോ പോണേ? എന്നെ തിന്നുന്ന മിഠായി ആണോ? നമുക്ക് ആശിച്ചയുടെയും അനൂപേട്ടന്റെ പ്രതികരണത്തിലേക്ക് പോകാം. എങ്ങനെ ഇവരെ അംഗനവാടിയിലേക്ക് വിടാൻ ഇവർക്ക് എങ്ങനെ മടിയുണ്ടോ? ഇന്ന് പോയി തുടങ്ങുന്നേ ഉള്ളൂ. മടിയുണ്ടോയെന്ന് അറിയത്തില്ല. പോകാൻ നല്ല ഉത്സാഹമൊക്കെ ആയിട്ട് രാവിലെ എല്ലാവരും നേരത്തെ എണീറ്റ് റെഡിയായിട്ട് നിൽക്കുകയാണ്. ഇനി ചെന്നാലേ അറിയത്തുള്ളൂ. വഴക്കുണ്ടാക്കുമെന്ന് അറിയില്ല. പിന്നെ 3 പേരും ഒന്നിച്ചായതുകൊണ്ട് കുഴപ്പമുണ്ടാവില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. വീട്ടിലെങ്ങനെ അലമ്പുണ്ടോ ചേച്ചി? വീട്ടില് 3 പേരും കൂടെ പോരൊക്കെ കൂടും അങ്ങോട്ടും ഇങ്ങോട്ടും. എന്നാലും കൂട്ടാ ഒരു നിമിഷം കാണാതിരിക്കുകയില്ല 3 പേരും. തൊട്ടടുത്ത് തന്നെയാണോ അംഗനവാടി ഉള്ളത്? തൊട്ടടുത്ത് തന്നെയാണ്. ഇവിടെ തൊട്ടടുത്ത് തന്നെ 1 കിലോമീറ്റർ ഉള്ളൂ. ഇഞ്ചപ്പാൽ എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത്. ഇവിടെ നന്നായിട്ട് പ്രവർത്തിക്കുന്ന ഒരു മാതൃക അംഗൻവാടിയാണ്. ബാഗൊക്കെ ഒന്ന് കാണിച്ചേ. ഇതേ ആൾക്കാരെ ബാഗൊക്കെ ഒന്ന് കാണിച്ചേ. ഇതേ ബാഗ് കാണിച്ചേ. ഇതെനിക്ക് തരാമോ? എനിക്ക് തരാമോ? ഈ ബാഗ് കാണിച്ചേ. ബാഗ് എടാ ബാഗ് കാണിക്കടാ. അപ്പോൾ 3 പേരും അംഗനവാടിയിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. കുടുംബാംഗങ്ങളെല്ലാവരും ഒന്നിച്ചാണ് ഇവർ അംഗനവാടിയിലേക്ക് കൊണ്ടാക്കാൻ പോകുന്നത്. സാധാരണ പല കള്ളങ്ങളൊക്കെ പറഞ്ഞായിരിക്കും അംഗനവാടിയിലേക്ക് കുട്ടികളെ എത്തിക്കുന്നത്. കാരണം ആദ്യ സമയം ആയതുകൊണ്ട് തന്നെ ചെറിയ വഴക്കൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു മയത്തിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയ ശേഷമാണ് അംഗനവാടിയിലേക്ക് കുട്ടികളെ എത്തിക്കാൻ പോകുന്നത്. ഇങ്ങനെ സംസ്ഥാനത്ത് നിരവധി കുട്ടികളാണ് ഇന്ന് അംഗനവാടിയിലേക്ക് എത്താൻ പോകുന്നത്. എല്ലാവർക്കും നമ്മുടെയും ഒരു ആശംസകൾ അറിയിക്കുകയാണ്. വീഡിയോ ജേർണലിസ്റ്റ് ജിതിൻ ജോസഫിനൊപ്പം റിപ്പോർട്ടർ രാഹുൽ സുരേഷ്, ഇൻ റിപ്പോർട്ടർ, ഇടുക്കി.